ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗിപ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. റാഗി വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു മില്ലറ്റാണ് റാഗി. അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള റാഗിപ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. റാഗി പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൊടിയാണ്. നല്ല നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റാഗി പുട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് തരിതരിയായിട്ടുള്ള പൊടിയൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പൊടിയൊന്ന് നനച്ചിട്ട് എടുക്കാം. നമ്മൾ സാധാരണ പുട്ടിനൊക്കെ നനച്ചിട്ട് എടുക്കണ പോലെ ഒന്ന് നനച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനെപ്പോഴും പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുക പൊടിയിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. ചിലർ ഈ ഒരു വെള്ളത്തിലോട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് കലക്കിയിട്ടൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറ്. പക്ഷെ ഞാനിതുപോലെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്തെടുക്കുക അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഈ ഒരു പൊടിയിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഈ ഒരു മാവ് നല്ലോണം നനഞ്ഞിട്ട് കിട്ടണ വിധത്തിൽ വേണം കേട്ടോ നമ്മളിതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഈ ഒരു റാഗിപ്പൊടിക്ക് പല സ്ഥലത്തും പല പേരാണ് കേട്ടോ പറയുക. മുത്താറിപ്പൊടി, പഞ്ഞപ്പുല്ല്, രാഗിപ്പുല്ല് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുക. ഞങ്ങൾ റാഗിപ്പുല്ല് എന്നാണ് പറയുക. റാഗിപ്പുല്ലിൻ്റെ പൊടി എന്നാണ് കേട്ടോ റാഗിപ്പൊടിക്ക് പറയുക. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു റാഗിപ്പൊടിക്ക് പറയുക എന്നുള്ളത് കമൻ്റായിട്ടൊന്ന് പറയണേ. ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നനച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണ്ടിട്ടൊന്ന് നനച്ചിട്ട് എടുക്കാനായിട്ട്. ഇത് നല്ല നൈസായിട്ടുള്ള പൊടിയല്ല. അപ്പോൾ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ കട്ട പിടിച്ച പോലെയാവും. അപ്പോൾ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതിലേക്ക് നമ്മൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടതൊക്കെ വരും കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നനച്ചിട്ട് എടുത്താലും മതി. പിന്നെ ഒരു കാര്യം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിലാണ് വീഡിയോസൊക്കെ മുന്നോട്ടൊക്കെ പോവുള്ളൂ. ഇപ്പോൾ അതേ ഈ ഒരു പുട്ടിനെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നല്ലോണം തന്നെ ഞാനിവിടെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ആകെ അങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ അല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇല്ലാണ്ടാവാനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. ഈ ഒരു റാഗി പുട്ട് മാത്രമല്ല കേട്ടോ, അരിപ്പുട്ടും അതുപോലെ തന്നെ ഗോതമ്പ് പുട്ടൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് കറക്കി എടുത്താലും മതി കേട്ടോ. ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താലും മാത്രം മതി. ഒരുപാട് നേരം നമ്മളിങ്ങനെ കറക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ച പോലെയാവും. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പൊടിയും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിക്കാനെടുക്കണ മിക്സി ജാറിൽ വെള്ളമൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിതിങ്ങനെ പൊടിച്ചിട്ടെടുക്കുമ്പോൾ ആകെ ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ആവും. ഇപ്പോൾ അതേ ഈ ഒരു പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇതിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് സാധാരണ പുട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കണ പോലെ ആദ്യം പുട്ട് കുറ്റിയിലേക്ക് ചില്ലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം നാളികേരം എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു റാഗിയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഈ ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും റാഗിപ്പൊടി നിറച്ചിട്ട് അതിനേറ്റവും മുകളിലായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കണ പോലെ തന്നെ. ഇത് വേവിച്ചിട്ടെടുക്കാനായിട്ട് ഞാൻ പുട്ടും കുടത്തിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തന്നെ വെന്തിട്ട് നല്ലോണം തന്നെ ഇങ്ങനെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള കറിയോ അതല്ലെങ്കിൽ പഴമോ കൂട്ടിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്